റീസെന്റ് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കാണാനിടയായി. മ്യൂസിക് ഡയറക്ടർ തമന്റെ റീസെന്റ് ഷോ, അത് ഹൈദരാബാദിൽ വെച്ച് നടക്കേണ്ട ഷോ ആയിരുന്നു. അതിന്റെ ബാക്ക്ഡ്രോപ്പ് കൊളാപ്സ് ആയത്. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് എ വീഡിയോ ഓൺ ദാറ്റ്. ഞാൻ ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒന്ന് റിസർച്ച് ചെയ്തായിരുന്നു വാട്ട് വെന്റ് റോങ് എന്നുള്ളത്. ബിക്കോസ് വി ബിലോങ് ടു ദ സെയിം ഇൻഡസ്ട്രി ആൻഡ് വി ഡു ദീസ് കൈൻഡ് ഓഫ് കോൺസേർട്സ്, എസ്പെഷ്യലി ഔട്ട്സൈഡ് കോൺസേർട്സ്. അപ്പോൾ 3 കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്, അവിടുത്തെ ബാഡ് വെതർ കണ്ടീഷൻ. 2, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ ആസ്പെക്ട്, അത് വളരെ പുവർ ക്വാളിറ്റിയിലാണ് അവർ ബിൽഡ് ചെയ്തത്. 3-ാമത്തെ കാര്യം വെറ്റ് സോയിൽ ആയിരുന്നു. ബിക്കോസ് ഇത്രയും വലിയ സ്ട്രക്ചർ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഹാർഡ്നെസ് ആ സോയിലിനില്ല. നമ്മൾ ഒരുപാട് ഇതുപോലെ തന്നെ ഓപ്പൺ എയർ കോൺസേർട്ടിന് വേണ്ടി ക്ലയൻസ് അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളത് കൺഫർമേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് 1-2 നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഏറ്റവും ആദ്യം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചർ എഞ്ചിനീയറുടെ അപ്രൂവൽ നമുക്ക് ആ സ്ട്രക്ചറിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടി വരും. 2-ാമത്തെ ഒരു പോയിന്റ്, നമ്മളെപ്പോഴും ബോർഡ് ചെയ്യുമ്പോൾ ക്രെഡിബിൾ ആയിട്ടുള്ള, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വെൻഡേഴ്സിനെ വേണം നമ്മൾ ബോർഡ് ചെയ്യാനായിട്ട്. ബിക്കോസ് അവരുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്, എസ്പെഷ്യലി സ്കാഫ് ആണെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിലും സർട്ടിഫൈഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആവണം എന്നുള്ളത് നമ്മൾ എന്തായാലും നിർബന്ധം പിടിക്കണം. ബിക്കോസ് ലാസ്റ്റ് ഇയർ നമ്മൾ IIT ബോംബെക്ക് വേണ്ടിയിട്ട് നമ്മൾ മോഡിംഗ് ഡിഗോ എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. ഓൾമോസ്റ്റ് 3 to 4 lakhs സ്റ്റുഡൻസ് കെയിം അക്രോസ് ഏഷ്യ. ഇതിന്റെ ബാക്ക്ഡ്രോപ്പ് ആയിരുന്നു അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 140 feet ലെങ്ത് ആൻഡ് 60 feet ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഇത്രയും വലിയ ബാക്ക്ഡ്രോപ്പിലാണ് നമ്മളെ പ്രൊഡക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് തീർത്തത്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്, ദർ ആർ മെനി വെൻഡേഴ്സ് ഔട്ട് ദർ. ഇതിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വെൻഡർ ആരാണ്, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ആരാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംഹൗ വി മാനേജ്ഡ്. 3-ാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും വലിയ സ്ട്രക്ചർ എല്ലാം ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലോഡ് കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും വലിയ സ്ട്രക്ചറിൻ്റെ ലോഡ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതായത് സോയിലിലേക്ക് എത്ര ലോഡ് പോകുന്നു, നമ്മൾ മെയിൻ സ്റ്റേജിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ മുകളിലേക്ക് എത്ര ലോഡ് പോകും, ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള കാൽക്കുലേഷനും ഏറ്റവും സേഫർ സൈഡിലേക്ക് വേണം നമുക്ക് എല്ലാം ലാൻഡ് ചെയ്യാനായിട്ട്. ആഡ് ചെയ്യാൻ വിചാരിക്കുക, നമ്മൾ ഇത്രയും വലിയ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആഡിക്വേറ്റ് ആയിട്ടുള്ള ബ്രേസിങ് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ലോക്കിംഗ് പിൻസും എല്ലാം നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അലോട്ട് ചെയ്യണം. പലപ്പോഴും നമ്മൾ മാനേജേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു പോകും, മാനേജേഴ്സ് ലാബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു പോകും. അവർ പലപ്പോഴും ഷോർട്ട് കട്ട് എടുക്കുന്നത് ഞാൻ പേഴ്സണലി കാണാറുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഓപ്പണിങ്ങിന് മുമ്പ് ഒരു പ്രോപ്പറായിട്ട് ഇൻസ്പെക്ഷൻ നമ്മൾ നടത്തണം. ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറെ വെച്ചിട്ട് ഷോയ്ക്ക് മുന്നേ നമ്മുടെ സ്ട്രക്ചർ സേഫാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ക്ലയൻറ്റിന് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടിയും നമ്മൾ ഉറപ്പുവരുത്തണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഷോസും കോൺസേർട്സ് എല്ലാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു. ബൈ.